രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന് സംവിധായകൻ മനോജ് ഖാന. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ മനോജ് ഖാന അഭിപ്രായപ്പെട്ടു. വടക്കൻ വാർത്തകൾക്കായി അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ നിയോഗിച്ച കമ്മിറ്റി സിനിമാ മേഖലയിൽ കണ്ടെത്തിയിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങളും അതുപോലെ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും എല്ലാം സർക്കാരിലേൽപ്പിച്ച് സർക്കാർ അത് വളരെ ഗൗരവത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവിധ പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളും നേരിട്ട് തെളിവ് കൊടുത്ത ആളുകളെ പരസ്യപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെൻറ് എടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു അക്കാദമി ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ തന്നെ വളരെ എസ്റ്റാബ്ലിഷ്ഡായ ഒരു നടിയാണ്, ബംഗാളി നടി. വളരെ കൃത്യമായി അതിൻ്റെ പേരടക്കം, സിനിമയുടെ പേരും ഡയറക്ടറുടെ പേരും അടക്കം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പടമാണ്, അതടക്കം ഓർമ്മിച്ചുകൊണ്ട് അവർ വളരെ കൃത്യമായി അവർ മീഡിയയ്ക്ക് മുന്നിൽ അവർ ഇൻ്റർവ്യൂ കൊടുത്തു, കൃത്യമായി വെളിപ്പെടുത്തി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു പൊതുവിൽ ആരും പൊതുവിൽ പുറത്ത് പറയാൻ മടിക്കുന്ന, എന്നാൽ ഭയം കൊണ്ടോ ഒക്കെ തയ്യാറാവാത്ത കാര്യമാണ് അവരത് മുന്നോട്ട് വന്നത്. അതിന് അതേ ഗൗരവത്തിൽ തന്നെയാണ് എടുക്കേണ്ടതും. അത് മലയാളത്തിലുള്ള നടിമാർക്കായാലും അതൊരു വലിയ പ്രചോദനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എൻ്റെയൊക്കെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇങ്ങനൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ഒരു ധാർമ്മികത ഓർത്തെങ്കിലും രഞ്ജിത്ത് സാറ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും അന്വേഷണത്തിന് വിധേയമാവുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബംഗാൾ നടിയുടെ ആരോപണം ഗൗരവം ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അമ്മയുടെ പ്രതികരണം അത്ഭുതം ഉളവാക്കുന്നു. സമാന്തര സിനിമകളിലല്ല, വാണിജ്യ സിനിമകളിലാണ് ഇത്തരം പ്രവണതകൾ കൂടുതലായും ഉള്ളത്. ഇനി വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണെന്നും മനോജ് ഖാന കൂട്ടിച്ചേർത്തു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.